വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് ഫലത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു കാണാം. അതിന് മുസ്ലിം ലീഗിൻ്റെ രഹസ്യ ഒത്താശ ഉണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നു, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. കാരണം ഇവർ 3 പേര് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ സെൻട്രൽ കേരള ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആളാണ് ഒരാൾ. ആര്? കെ.സി. വേണുഗോപാൽ. അദ്ദേഹം പ്രഗത്ഭനാണ്, മിടുക്കനാണ്. കേരളത്തിൽ നിന്ന് പലപ്പോഴും തട്ടുമുട്ടും ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ അധികായനായിട്ട് ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെ നയിക്കണം, എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാനും ഉള്ള അധികാരമുള്ള അധികായനായ ഒരു നേതാവ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ ഇന്ന് 3ാമത്തെ സ്ഥാനം, പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സോണിയാജിയോ കഴിഞ്ഞ 3ാമത്തെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കേറെ വില ഇന്ന് കോൺഗ്രസിനകത്ത് സെൻട്രലിലുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ഒരുപാട് MLA-മാരെ സൃഷ്ടിക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസുകൾ പലയിടത്തും പല ആളുകളും പരസ്പരം മത്സരിക്കാൻ കോൺഗ്രസിൽ നിന്ന് തന്നെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അവരെല്ലാം മാറ്റിക്കൊണ്ട് ഒറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള നയവും ചാതുര്യവും നേതൃഗുണവും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും വേണുഗോപാൽ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും കേരളം ഭരിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് വരുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം കൊച്ചു കേരളം ഇവിടെ എന്നാ ഇരിക്കുന്നത്, ആകെ കറുകപ്പുല്ല് മാത്രമേ തിന്നാനുള്ളൂ. കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ കരിമ്പിൻ തോട്ടങ്ങളാണുള്ളത്. ആ കരിമ്പ് തോട്ടങ്ങളൊക്കെ തിന്നാതിരിക്കാനുള്ള സൗകര്യമുള്ളപ്പോൾ ഈ കറുകപ്പുല്ല് തിന്നാനായിട്ട് അദ്ദേഹം ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിവിനെയൊന്നും കുറച്ച് കാണുകയില്ല. ഈ MLA-മാരിൽ മഹാഭൂരിപക്ഷവും MP-മാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. കാരണം ഫണ്ടിങ് പണം വലിയൊരു ഘടകം തന്നെ. ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷം എന്ത് കാണിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ഒട്ടും അണുകട വ്യത്യാസമില്ലാതെ പ്രചരണത്തിലാണെങ്കിലും പ്രകടനത്തിലാണെങ്കിലും എല്ലാത്തിനും മണി പവറും നല്ലപോലെ കാണിച്ച് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇണക്കി കൊടുക്കുകയും പാർട്ടി നിലയിലും സ്വന്തം നിലയിലും ഫണ്ടിങ് കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കാൻ ഏറ്റവും കരുത്തരായ ഒരു പ്രകടനം കാഴ്ചവെച്ച ആളാണ്. പറഞ്ഞതെന്ന് പറയാം അദ്ദേഹം. എന്നാൽ